അപ്പോൾ മറക്കണ്ട, വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാം. ലാപ്ടോപ്പ് 6ാമത്തെ ചിഹ്നം കേട്ടോ. പിന്നെ എത്ര പഠിക്കുന്നത്? 5ൽ. ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മാറ നിയമമണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ചിഹ്നം ലാപ്ടോപ്പ് കേട്ടോ. ഒന്ന് കൊടുക്കും. ടി വി 6ാമത്തെ ഒന്ന് മുഖം കൊടുക്കും. ലാപ്ടോപ്പ് ചിഹ്നം വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. വൻപിച്ച ഭൂരിപക്ഷത്തോട് മറക്കണ്ട. ഒന്ന് വിളിക്കാൻ. അണ്ണാ ബാലേട്ടോ, ബാത്റൂമിലാണ്. ഒന്ന് മറക്കാണ്ട് പറയും കേട്ടോ. സഹായിക്കാം. 6ാമത്തെ ചിഹ്നമാണ്. ടി വിയാണ്. നമ്മളെ ഈ വാട്സപ്പിലും ഇതൊക്കെ വരുന്നുണ്ടല്ലോ, കാണണല്ലേ? മറക്കണ്ട. പിന്നെ അപ്പോൾ എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. നമ്മൾ ഇപ്പോൾ ചാത്തമംഗലത്താണ്. ചാത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് 14ാം വാർഡ്, 15ാം വാർഡ്. അപ്പോൾ നമ്മുടെ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ചിഹ്നം ലാപ്ടോപ്പ്. അപ്പോൾ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, വോട്ട് ചെയ്ത് സഹായിക്കാം. ലാപ്ടോപ്പൊക്കെ ഒന്ന് തന്നെ. ലാപ്ടോപ്പ് 6ാമത്തെ ചിഹ്നം കേട്ടോ, മറക്കണ്ട. TV എന്ന് പറഞ്ഞില്ല, ലാപ്ടോപ്പ് തന്നെ കേട്ടോ. ശരി. അല്ലാതെ ഇല്ല. ഹലോ. അതുകൊണ്ട് നമ്മുടെ വേലാട്ടോ നമ്മൾ MLA സ്ഥാനാർത്ഥിയാണ്. ചിഹ്നം ഈ TV ലാപ്ടോപ്പാണ്. ഇതന്നെ 6ാമത്തെ ചിഹ്നം. എവിടത്തെ അവിടെ പണിക്ക് പോയി. അപ്പോൾ 6ാമത്തെ ചിഹ്നം ഈ സാധനത്തിൽ ഓട്ടിയാണ് 6ാമത്തെ ചിഹ്നം കേട്ടോ. മറക്കണ്ട. അപ്പോൾ മരുമകളൊക്കെ അവിടെ നാളെ വരും. അവർ പരിപാടിയെ കാണണ്ട, മൊബൈലിൽ നമ്മുടെ പരിപാടിയെ കാണണ്ട. ശരി. ശരി. ടി വിയിൽ കണ്ട ഇല്ല. മൊബൈൽ. അപ്പോൾ എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഇവിടെ നെല്ലിയാമ്പതിത്തെ വെള്ളം ഇറക്കുന്നതിന് 50 കോടി നീക്കി വെച്ചിട്ടുണ്ട്. 50 കോടി അനുവദിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ്. അപ്പോൾ ജേക്കബ് സദാശിവനാണ് വക്കീൽ. നെല്ലിയാമ്പതി കേശവമ്പാറയിൽ നിന്ന് തുരങ്കം വഴി, അതായത് ടണൽ മാർഗം 300 മീറ്റർ ടണൽ വെട്ടി വെള്ളം കൊണ്ടുവരുന്നത് നമ്മാറ, നെല്ലിയാമ്പതി, അയിലൂർ, മേലാറോട്, പല്ലശ്ശേന. MLA ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ലാപ്ടോപ്പാണ് ചിഹ്നം. 6ാമത്തെ ചിഹ്നമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ. അത് ഒന്നാമതാക്കി കൊണ്ടുവരണം. ലാപ്ടോപ്പ് ചിഹ്നം കേട്ടോ. 6ാമത്തെ ചിഹ്നമാണ്. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാം. അത് പല്ലശ്ശേന, എലവഞ്ചേരി, പിന്നെ എരുമിയൂർ, ആലത്തൂർ, കാവശ്ശേരി, പിന്നെ ഇവിടെ പുതുക്കോട് എന്നീ പഞ്ചായത്തുകളാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് 2 പഞ്ചായത്തിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതായത് എലവഞ്ചേരി, പല്ലശ്ശേനയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഹലോ. അവിടെ വരും അമ്മേ. MLA ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കുക, സഹായിക്കാം. ലാപ്ടോപ്പ് TV ലാപ്ടോപ്പിൽ വോട്ട് ചെയ്ത് സഹായിക്കാം. മക്കളൊക്കെ ഇവിടെ. അപ്പോൾ ഒന്ന് പറയും. അടുത്ത 9-ാം തീയതിക്ക് വന്ന് ഏപ്രിൽ 9 വന്ന് ലാപ്ടോപ്പ് ചിഹ്നത്തിൽ 6ാമത്തെ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ പറയും. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടുന്ന് 90% ഇനിയൊരു 1 മാസത്തിനുള്ളിൽ അത് പണി തുടങ്ങുന്നതിനുള്ള നടപടി ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം, UDFൻ്റെ സർക്കാർ വന്നതിന് ശേഷം അത് നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഹൈക്കോടതി ഉത്തരവൊക്കെ ആയിട്ടുണ്ട്. ഈ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 2000 കുടുംബത്തിന് കുടിവെള്ളം കൊടുത്തു. 5 ദിവസം ജയിലിൽ കിടന്നു. പിന്നെ കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത നമ്മളെ വോട്ട് ലാപ്ടോപ്പാണ് ചിഹ്നം. വോട്ട് ചെയ്ത് സഹായിക്കാം കേട്ടോ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മാർക്കട്ട. വെള്ളമൊക്കെ കൊണ്ടുവന്ന ആളാണ് കേട്ടോ. എന്താ പേര് നമ്മുടെ? ലിസി ചേച്ചി. മറക്കണ്ട. അപ്പോൾ അതെല്ലാവരും സഹായിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു 50,000 വോട്ട് വരെ പിടിക്കുകയാണെങ്കിൽ ജയിക്കാം എന്നുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു 3 പഞ്ചായത്ത് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മാറ, അയിലൂർ. വരാം ഇനി ഒരു ദിവസം വരാം. പിന്നെ നമ്മാറ, അയിലൂർ, നെല്ലിയാമ്പതി എന്നീ പഞ്ചായത്തുകൾ കാര്യമായ വോട്ട് വിഹിതം നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ 2000 കുടുംബത്തിൽ കുടിവെള്ളം കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ചാത്തമംഗലത്താണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ
എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രി ഉപവാസം 2 ദിവസം നിരാഹാരം ഇരുന്നു. അതിലെല്ലാം എഴുതി കിട്ടി, അത് ചെയ്തു. പിന്നെ ചെന്താമര വെട്ടിക്കൊന്ന ആളുടെ സുധാകരൻ്റെ കുടുംബം, സുധാകരൻ വെട്ടി മരിച്ചു, 3 ആൾ മരിച്ചു. ആ കുടുംബത്തിൽ അവർ ആശുപത്രിക്ക് വേണ്ടി ഒരു ദിവസം നിരാഹാരം ഇരുന്നു. കൊല്ലംകോട് ആശുപത്രി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിവേദനം നൽകി. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലാപ്ടോപ്പിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കും. ഇപ്പോൾ ചാത്തമംഗലത്താണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ചേച്ചി എവിടെ? നമ്മൾ MLA നിൽക്കുന്നുണ്ട്, ചിഹ്നം ലാപ്ടോപ്പ് എവിടെ? ചിഹ്നം ലാപ്ടോപ്പിൽ വോട്ട് ചെയ്ത് സഹായിക്കാം. 6ാമത്തെ ചിഹ്നമാണ്. അത് ഒന്നാമതാക്കി കൊണ്ടുവരണം. ഒന്നാമതായാലേ ജയിക്കുള്ളൂ കേട്ടോ. മറക്കണ്ട. ഏട്ടനോടെ ആ ശരി, ഞാൻ പറഞ്ഞ മാതിരി ചെയ്യാം കേട്ടോ. എല്ലാവരും 9-ാം തീയതിക്ക് വരുമ്പോൾ ലാപ്ടോപ്പ് ചിഹ്നത്തിൽ 6ാമത്തെ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാം. ഓക്കെ, ശരി.